Hi all, welcome to this new session. So in our previous session, we have learned Dirac equation, what is the plane wave solution of Dirac equation. Also, we have seen how the spin of the electron arises while deriving Dirac equation in central force field problem. So as you all know, the electron possesses spin and charge, definitely it possesses magnetic moment. And we know the classical expression for the magnetic moment of the electron, and we know the electron possesses magnetic moment due to its orbital motion as well as spin motion. So in the Dirac equation also, or by considering the Dirac equation, when an electron interacts with an electromagnetic field, we can find that term which has the effect of this magnetic moment. So in this session, we are going to derive the Dirac equation when an electron interacts with electromagnetic field. So in the energy expression, we will see the effect, or we will get a term which consists of this magnetic moment effect. So let's move to the topic. So നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ് നമ്മുടെ ഡിറാക് ഇക്വേഷൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഫലമായി ആ എനർജി എക്സ്പ്രഷനിൽ എങ്ങനെ വരുന്നു എന്നതാണ് നമ്മൾ ഈ എക്സ്പ്രഷനിൽ അല്ലെങ്കിൽ ഈ ഡെറിവേഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഫസ്റ്റ് we are considering the Dirac equation for a free particle in terms of two components Dirac spinors. നമ്മൾ കഴിഞ്ഞ സെഷനിൽ എല്ലാം പഠിച്ചു. നമ്മുടെ ഡിറാക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 4 സ്പിന്നേഴ്സ് ആണ്. അതായത് സ്പിൻ അപ്പ് സ്പിൻ ഡൗൺ ആയിട്ട് പോസിറ്റീവ് എനർജി സ്പിന്നേഴ്സും സ്പിൻ അപ്പ് സ്പിൻ ഡൗൺ ആയിട്ടുള്ള നെഗറ്റീവ് എനർജി സ്പിന്നേഴ്സും. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിറാക് ഫംഗ്ഷൻ എഴുതുന്നത് ഈ രീതിയിലാണെന്നും നമ്മൾ പഠിക്കുകയുണ്ടായി. നമ്മുടെ സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് പ്രോബ്ലം ഒക്കെ ഡിറൈവ് ചെയ്തപ്പോൾ വി റോട്ട് ദിസ് സൈ ഡിറാക് ഫംഗ്ഷൻ സൈ ഇൻ ടേംസ് ഓഫ് ദി സ്പിന്നേഴ്സ് സൈ എ സൈ ബി. ആക്ച്വലി ഇറ്റ് ഈസ് എ 4 കമ്പോണന്റ് സ്പിന്നേഴ്സ്. സൈ എക്ക് തന്നെ 2 കമ്പോണന്റ് ഉണ്ട്. സിമിലർലി സൈ ബിക്ക് 2 കമ്പോണന്റ് ഉണ്ട്. So in this way you can write the Dirac equation for a free particle in terms of these 2 component Dirac spinors. നമ്മൾ ഇത് നേരത്തെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് we are considering the non-relativistic limit of Dirac equation when an electron of charge E interacts with an electromagnetic field having a vector potential A and scalar potential phi. നമ്മൾ സെൻട്രൽ ഫീൽഡ് പ്രോബ്ലം ഡിറൈവ് ചെയ്ത സമയം കൺസിഡർ ചെയ്ത അതേ സിനേറിയോ ആണ്. ഇലക്ട്രോൺ ഓഫ് ചാർജ് ഇ ഇന്ററാക്ട് വിത്ത് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഹാവിംഗ് വെക്റ്റർ പൊട്ടൻഷ്യൽ എ ആൻഡ് സ്കേലാർ പൊട്ടൻഷ്യൽ ഫൈ. അതിനെങ്ങനെ ചെയ്യാം? നമ്മൾ പഠിച്ചു. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ചെയ്യാനായിട്ട് വി ഹാവ് ടു ട്രാൻസ്ഫോം ദി മൊമെൻറ്റം അല്ലേ. മൊമെൻറ്റത്തിന് പകരം വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് വിത്ത് പി മൈനസ് ഇ ബൈ സി എ. ഓൾസോ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് വാട്ട് ഇ. ഇൻട്രാക്ഷൻ എനർജി ഇ എ നമ്മൾ എങ്ങനെ ചെയ്യണം? ഇ മസ്റ്റ് ബി ട്രാൻസ്ഫോം ടു ഇ മൈനസ് ഇ ഫൈ. ഇതെന്തുകൊണ്ടാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് ഡിറൈവ് ചെയ്ത സമയം പറഞ്ഞു. സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ ഇവിടെയും കൊടുക്കുക. പിക്ക് പകരം പി മൈനസ് ഇ ബൈ സി എ കൊടുക്കുക. ഇക്ക് പകരം ഇ മൈനസ് ഇ ഫൈ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ എന്ത് കിട്ടും? സോ ഡിറാക് ഇക്വേഷൻ ബിക്കം സി ഇൻറ്റു, ഇതിൻ്റെ കൂടെ തന്നെ എഴുതി പോവുക, കാരണം ഇതൊരു ലെന്തി ഡെറിവേഷൻ ആണ്. വളരെ ശ്രദ്ധിച്ച് നോട്ടിൽ എഴുതിയാൽ മാത്രമേ, നമ്മൾ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ എനർജി ചെയ്ത പോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് ചെയ്താലേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. സോ സീറോ സിഗ്മ ഡോട്ട് സിഗ്മ എന്തെന്നൊക്കെ അറിയാമെന്ന് കരുതുന്നു അല്ലേ. നമ്മളിതെല്ലാം പഠിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. സിഗ്മ ഡോട്ട് പിക്ക് പകരം പി മൈനസ് ഇ ബൈ സി എ, സിഗ്മ ഡോട്ട് പി മൈനസ് പി വന്ന സ്ഥലത്തെല്ലാം പി മൈനസ് ഇ ബൈ സി എ കൊടുക്കുക. റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാണ്. ദെൻ 0. ഓക്കെ, ദെൻ സൈ എ സൈ ബി 2 കമ്പോണന്റ് സ്പിന്നേഴ്സ് എഴുതി. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. കാരണം സിഗ്മ ഡോട്ട് പി ഒക്കെ വന്നത് എങ്ങനെയാണ്? ആൽഫ ഡോട്ട് പി എയുടെ ആണ്. അതിൻ്റെ 2 കമ്പോണന്റ് ഫോം ആണ് നമ്മൾ സിഗ്മ ഡോട്ട് പി ഒക്കെ എഴുതിയത്. സൈ എ സൈ ബി പ്ലസ് നെക്സ്റ്റ് I 0
0 minus I then mc square psi a psi b equal to ക്ക് പകരം e minus e phi psi a psi b. അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തുള്ളൂ? പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, ഇക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ജസ്റ്റ് മൾട്ടിപ്ലൈ ദിസ് ടു മെട്രിക്സ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? ഇതിനെ രണ്ട് മൾട്ടിപ്ലൈ 0 ഇൻറ്റു സിഗ്മ എ ഇൻറ്റു പ്ലസ് സിഗ്മ ഡോട്ട് പി മൈനസ് സി ബൈ സി എ ഇൻറ്റു സിഗ്മ ബി. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു കോളം മെട്രിക്സിൽ വരും. അതുപോലെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് റൈറ്റ് ദി ഫൈനൽ ഫോം. ഫൈനൽ ഫോം ഒന്ന് എഴുതിക്കേ. സോ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ടേം വരും. ഇ ഇൻറ്റു സൈ എ സൈ ബി വരും, മൈനസ് ഇ ഫൈ ഇൻറ്റു സൈ എ സൈ ബി വരും. അതിൽ മൈനസ് ഇ ഫൈ ഇൻറ്റു സൈ എ സൈ ബി ലെഫ്റ്റ് സൈഡിൽ എഴുതി ഒരു എക്സ്പ്രഷൻ ഇ ഇൻറ്റു സൈ എ സൈ ബിക്ക് എഴുതി നോക്കുക. ഓക്കെ, ഒന്ന് സ്വന്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് എഴുതി നോക്കിക്കേ. അതുപോലെ ഒരു കാര്യം കൂടെ ചെയ്യുക. ഇവിടെ നമ്മൾ പി മൈനസ് അല്ലേ, നമ്മുടെ മൊമെൻറ്റത്തിൻ്റെ കറക്ഷൻ വന്ന പി മൈനസ് ഇ ബൈ സി എക്ക് പകരം യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് പൈ. കാരണം നമ്മുടെ ഡെറിവേഷൻ എളുപ്പത്തിന് വേണ്ടി ഇത് മൊത്തം എഴുതി പോകാതിരിക്കാൻ വി ആർ ജസ്റ്റ് ഗിവിങ് എ സബ്സ്റ്റിറ്റ്യൂഷൻ പൈ ഫോർ പി മൈനസ് ഇ ബൈ സി എ. ഇതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാൻ പറഞ്ഞതുപോലെ ഈ എക്സ്പ്രഷനെ ഒന്ന് റീറൈറ്റ് ചെയ്തിക്കേ. ഇതുപോലെ വന്നു എന്ന് കരുതുന്നു. സ്വന്തമായിട്ട് എഴുതി തന്നെ നോക്കുക. ഈ ഒരു ടേം നിങ്ങൾക്ക് വന്ന് കാണത്തില്ല. നിങ്ങൾക്ക് വന്നത് 0 സിഗ്മ ഡോട്ട് പൈ 0 എന്നായിരിക്കും. അതിൽ നമ്മുടെ ഒരു ഡെറിവേഷൻ്റെ എളുപ്പത്തിന് വേണ്ടി ആ മെട്രിക്സിനെ ഞാൻ സിഗ്മ ഡോട്ട് പൈ കോമൺ ആയിട്ട് എടുത്തുകൊണ്ട് 0 I 0 എന്ന് എഴുതി. കാരണം ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട് 0 സിഗ്മ ഡോട്ട് പൈ 0. ഇതിനെ മാത്രം ഞാൻ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തു. പിന്നെ അവിടെ സൈ എ സൈ ബി ഉണ്ട്, പിന്നെ നമുക്ക് എം സി സ്ക്വയർ, പിന്നെ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് എഗെയിൻ സൈ എ സൈ ബി ഇ ഫൈ സൈ എ സൈ ബി ഈക്വൽ ടു ഇ സൈ എ സൈ ബി. മൈനസ് ഇ ഫൈ സൈ എ സൈ ബി ആണ് എൽ എച്ച് എസിൽ വന്ന് ഇ ഫൈ സൈ എ സൈ ബി വന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു. ഇല്ലാത്തവർ അത് വളരെ നല്ല രീതിയിൽ എഴുതി നോക്കുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ ഡിറാക് ഇക്വേഷനെ ഈ ഒരു ഫോമിലേക്ക് റീറൈറ്റ് ചെയ്തു. സോ ഇൻ ദിസ് കേസ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ വി ഹാവ് ദി റെസ്റ്റ് മാസ് എനർജി അല്ലേ. ഇ എന്ന് പറയുന്ന ടേമിൽ എന്തൊക്കെ ഉണ്ട്? റെസ്റ്റ് മാസ് എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. So in this case you know this rest mass energy is far greater than the kinetic energy and the interaction energy. Kinetic energy കാട്ടിലും അല്ലെങ്കിൽ interaction energy കാട്ടിലും വളരെ കൂടുതലായിരിക്കും എന്തെന്ന് പറയുന്നത് റെസ്റ്റ് മാസ് എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ സൈ എ സൈ ബി എന്ന് പറയുന്ന ഈ ഡിറാക് ഫംഗ്ഷൻ ടൈമിനനുസരിച്ച് വേരി ചെയ്യുമ്പോൾ റെസ്റ്റ് മാസ് എനർജി കൊണ്ട് ആണ് അതിന് ഏറ്റവും കൂടുതൽ അവരൊരു കമ്പോണൻറ്റ് എഫക്റ്റ് വരുന്നത്. കൈനറ്റിക് എനർജിയുടെയും ഇൻട്രാക്ഷൻ എനർജിയുടെ എഫക്റ്റ് ഉണ്ടെങ്കിൽ കൂടിയും ഇറ്റ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ. ദിസ് ടൈം വേരിയേഷൻ or variation of this Dirac function with time is negligibly small when it is compared with this kinetic and interaction energy when it is compared with this relativistic energy. അതുകൊണ്ട് തന്നെ സൈ എ സൈ ബി എന്ന് പറയുന്ന ഡിറാക് ഫംഗ്ഷൻ്റെ വേരിയേഷനെ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് നമ്മുടെ റെസ്റ്റ് മാസ് എനർജി കൊണ്ടുള്ള ഒരു എഫക്റ്റും അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും ഇൻട്രാക്ഷൻ എനർജിയും കൊണ്ടുണ്ടാകുന്ന ടൈമിനനുസരിച്ചുണ്ടാകുന്ന വളരെ ഫീബിൾ ആയിട്ടുള്ളൊരു എഫക്റ്റ്. ആ ഫീബിൾ ആയിട്ടുള്ളൊരു എഫക്റ്റ് അല്ലെങ്കിൽ റിലേറ്റീവ്ലി സ്ലോ വേരിയിങ് കമ്പോണൻ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ സൈ എ ഡയഗ്രം എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഓക്കെ, സോ സൈ എ സൈ ബി എന്ന് പറയുന്ന ഡിറാക് ഫംഗ്ഷൻ്റെ ടൈമിനനുസരിച്ചുള്ള വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് സൈ എ സൈ ബി. ഓക്കെ, ഈ സൈ എ സൈ ബി എന്താണ് കാണിക്കുന്നത്? ദേ ആർ റിലേറ്റീവ്ലി സ്ലോ വേരിയേഷൻ വിത്ത് ടൈം because their time dependence is given by kinetic energy and interaction energy, and it is a product with what? Relativistic mass energy അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റ് മാസ് എനർജി mc സ്ക്വയറിൻ്റെ എഫക്റ്റ് ആയ മൈനസ്
വാട്ട് മൈനസ് അല്ലെ ഇ റൈസ് ടു മൈനസ് ഇ ടി ബൈ എച്ച് കട്ട് വെച്ചാണ് ഇതിൻ്റെ ടൈമിനനുസരിച്ചുള്ള വേരിയേഷൻ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇൻട്രാക്ഷൻ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സ്ലോ വേരിയേഷൻ ആണ്. അതിൻ്റെ പ്രോഡക്റ്റ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ എം സി സ്ക്വയർ വാട്ട് ടി ബൈ എച്ച് കട്ട്. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. സൈ എ സൈ ബി എന്ന് പറയുന്ന ഡിറാക് ഫംഗ്ഷൻ ടൈമിനനുസരിച്ചുള്ള വേരിയേഷൻ്റെ മേജർ കമ്പോണൻറ്റും ആരായിരിക്കും? റെസ്മാസ് എനർജിയുടെ ടൈം ഡിപ്പെൻഡൻസ് പാർട്ട് തരുന്നതായിരിക്കും. അതായത് ഇ റൈസ് ടു മൈനസ് ഐ എം സി സ്ക്വയർ ടി ബൈ എച്ച് കട്ടായിരിക്കും. അതിൻ്റെ കൂടെ സ്ലോലി വേരിയിങ് ടൈം കമ്പോണൻറ്റ്, അത് ആര് കാരണമാണ്? കൈനറ്റിക് എനർജിയുടെയും ഇൻട്രാക്ഷൻ എനർജിയുടെയും കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സൈ എ സൈ ബിയെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സെപ്പറബിൾ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഒരു സ്ലോ വേരിയേഷൻ ഇൻ ടൈം കമ്പോണൻറ്റ് വിത്ത് എന്താണ് ആ മേജർ കമ്പോണൻറ്റ് ആയിട്ടുള്ള റെസ്മാസ് എനർജി ടൈമിനനുസരിച്ച് മാറുമ്പോഴുള്ള കമ്പോണൻ്റായ ഇ റൈസ് ടു മൈനസ് ഐ എം സി സ്ക്വയർ ടി ബൈ എച്ച് കട്ട്. ഈ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സൈ എ സൈ ബിയെ നമുക്ക് എഴുതാൻ സാധിക്കും. സോ ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് സൈ എ സൈ ബി എന്ന് പറഞ്ഞ ഡിറാക് ഫംഗ്ഷൻ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നത് നിങ്ങൾക്ക് വേരിയബിൾ സെപ്പറബിളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒന്ന് റിലേറ്റീവ്ലി സ്ലോലി വേരിയേഷൻ കമ്പോണൻറ്റ് വിത്ത് ടൈം, ഒന്ന് or varying function with time, relatively slowly varying function with time, which is due to interaction energy and kinetic energy, and the other component which is due to Dirac mass energy. എന്ത് ചെയ്യുക? ഈ കമ്പോണൻറ്റിനെ നേരെ സൈ എ സൈ ബിയെ നേരെ കൊണ്ടുവന്ന് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്തിരിക്കെ ഇതിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ രീതിയിൽ വന്നു എന്ന് കരുതുന്നു. സോ ജസ്റ്റ് substitute the total Dirac function with a component which is relatively slowly varying function with time, and the other component which depends on Dirac mass energy. So slowly varying function of time, it is nothing but psi a dagger psi b dagger, which depends on kinetic energy and interaction energy, and the second term which depends on Dirac mass energy. Hope you got the same expression, right? Psi a psi b into this one psi a. So this one ഇത് വന്നത് എങ്ങനെയാണ്? ഈ ഐഡന്റിറ്റി മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താണ് psi a minus psi b e raised to minus I mc square t by h cut. So again e5 and the last expression. എല്ലാവർക്കും വന്നു എന്ന് കരുതുന്നു. സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇതിന് ശേഷം you have to solve this expression. For that you have to find out what is the term in the RHS. I h cut dou by dou t psi a dagger psi b dagger e raised to minus I mc square t by h cut എന്താണെന്നുള്ളത് നോക്കുക. സോ ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്തിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദിസ് വൺ. ഇത് കണ്ടുപിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടത് I h cut dou by dou t of psi a dagger psi b dagger, the column matrix, e raised to minus I mc square t by h cut. സാധാരണ ഡെറിവേറ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യുക. സോ I h cut is common. രണ്ട് കമ്പോണൻറ്റും ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം വളരെ സ്ലോ വേരിയേഷൻ ആണ്, ഒരെണ്ണം റാപ്പിഡ് വേരിയേഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ I h cut into ഫസ്റ്റ് ഫംഗ്ഷൻ e raised to minus I mc square t by h cut into dou by dou t of what? Dou by dou t of psi a dagger psi b dagger. So first function into derivative of the second. അടുത്ത് എന്ത് ചെയ്യണം? പ്ലസ് psi a dagger psi b dagger into derivative of the second function. So എങ്ങനെ വരും? dou by dou t of e raised to minus I mc square t by h cut. അപ്പം ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ it is e raised to minus I mc square t by h cut into minus I mc square
ബൈ എച്ച് കട്ട്. ഇതല്ലേ വരുന്നത് ആ ഡെറിവേറ്റീവിൻ്റെ രണ്ട് ടേം. ഓക്കെ, ഈ രണ്ട് ടേമിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഐ എച്ച് കട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഈ രണ്ട് ടേമിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് വരും? ദ ഫസ്റ്റ് ടേം ഐ എച്ച് കട്ട് e raised to minus I mc square t by h cut dou by dou t of psi a dagger psi b dagger psi b dagger okay plus ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഐ എച്ച് കട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ എച്ച് കട്ടുമായിട്ട് ക്യാൻസൽ ചെയ്യും. സോ ഐ ഇൻറ്റു ഐ -1, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അഗെയിൻ പ്ലസ്. സോ ദ ടേം ഈസ് എം സി സ്ക്വയർ psi a dagger psi b dagger e raised to minus I mc square t by h cut. നമ്മൾ ആർ എച്ച് എസ് ഉള്ളതിനെ ഒന്ന് എന്ത് ചെയ്തു? ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയത് മാത്രം. ടേം ബൈ ടേം ആയിട്ട് ഐ എച്ച് കട്ടിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ, ഇവിടെ ഈ ബ്രാക്കറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കുള്ള ആർ എച്ച് എസിലുള്ള എക്സ്പ്രഷൻ. ഇനി എന്ത് ചെയ്യുക? നമുക്ക് നേരത്തെ കിട്ടിയ ഈ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക? ഇതിന് പകരം ഇപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊന്ന് എഴുതിക്കേ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, കോളം മെട്രിക്സ് ആയിട്ട് കിട്ടും. എല്ലാ ടേമിലും ഇ റൈസ് ടു മൈനസ് എം സി സ്ക്വയർ ടി ബൈ എച്ച് കട്ട് ഉണ്ട്. അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, കട്ട് ചെയ്യാം. അതുപോലെ ഈ ടേം ഡിറൈവ് ചെയ്തപ്പോൾ സ്ക്രീനിൽ നോക്കുക, ഈ ടേം ഡിറൈവ് ചെയ്തപ്പോൾ നമുക്ക് ഇതേപോലെ എം സി സ്ക്വയർ സൈ എ സൈ ബി ഇ റൈസ് ടു മൈനസ് ഐ എം സി സ്ക്വയർ ടി ബൈ എച്ച് കട്ട് എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് കാണാം എം സി സ്ക്വയർ സൈ എ സൈ ബി ഇ റൈസ് ടു മൈനസ് എം സി സ്ക്വയർ ടി ബൈ എച്ച് കട്ട് ഉണ്ട്. അതിനെന്ത് ചെയ്യുക? എൽ എച്ച് എസിലേക്ക് കൊണ്ടുപോയി റൈറ്റ് സൈഡിൽ ഈ ഒരു ടേം മാത്രമേ വരത്തുള്ളൂ. ഏതാ? ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി ഓഫ് സൈ എ സൈ ബി എന്ന് മാത്രം ആക്കി ഇതിനെ എക്സ്പ്രഷനെ മാറ്റുക. നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് അവിടെ ഫസ്റ്റ് വരുന്ന ടേം എന്ന് പറയുന്നത് സി ഇൻറ്റു, എൻ്റെ കൂടെ നിങ്ങൾ സ്വയം ഡിറൈവ് ചെയ്ത് പോവുക, സി ഇൻറ്റു സിഗ്മ ഡോട്ട് പൈ എന്താ വരുന്നത്? 0 സോ സൈ ബി സൈ എ എന്നാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത്. സൈ ബി അല്ലേ, സൈ ബി 0 ഇൻറ്റു സൈ എ ഐ ഇൻറ്റു സൈ ബി. അപ്പോൾ ഇവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം സൈ ബി സൈ എ എന്നാണ് വരുന്നത്. സോ ദിസ് വൺ സിഗ്മ ഡോട്ട് പൈ ഇൻറ്റു സൈ ബി സൈ എ, ശ്രദ്ധിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. സൈ ബി സൈ എ ഇ റൈസ് ടു മൈനസ് ഐ എം സി സ്ക്വയർ ടി ബൈ എച്ച് കട്ടില്ല, എല്ലാ ടൈമിലും അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. പ്ലസ് ബാക്കി അവിടെ ഉള്ളത് ഇ ഫൈവ് സൈ എ സൈ ബി, ഇ ഫൈവ് സൈ എ സൈ ബി മൈനസ് ഈ ടേം ലെഫ്റ്റിലേക്ക് പോയപ്പോൾ വന്ന സാധനം മൈനസ് എം സി സ്ക്വയർ സൈ എ സൈ ബി മൈനസ് എം സി സ്ക്വയർ സൈ എ സൈ ബി. ഇനിയും അവിടെ നമുക്കുണ്ടായിരുന്നത് ഇവിടെ ഏതായിരുന്നുള്ള എം സി സ്ക്വയർ ഇൻറ്റു സൈ എ മൈനസ് സൈ ബി, ഈ ടേം അവിടെ എഴുതുന്നു. അപ്പോൾ മൈനസ് എം സി സ്ക്വയർ സൈ എ സൈ ബി പ്ലസ് എം സി സ്ക്വയർ ഇൻറ്റു സൈ എ മൈനസ് സൈ ബി, സൈ എ മൈനസ് സൈ ബി.
ഈക്വൽ ടു ബാക്കി ടേം ഒന്നുമില്ല ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി ഓഫ് വാട്ട് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി ഓഫ് ഈ ഒരു ടേം അല്ലേ ഉള്ളൂ. ആ ടേമിൽ ഇ റൈസ് ടു മൈനസ് ഐ എം സി സ്ക്വയർ ടി ബൈ എച്ച് കട്ട് പോയി. ബാക്കി ഡോ ബൈ ഡോ ടി ഓഫ് സൈ എ ഡാഗർ സൈ ബി ഡാഗർ സൈ എ ഡാഗർ സൈ ബി ഡാഗർ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത് ഡിറാക് ഇക്വേഷൻ ഫോർ എ ഫ്രീ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ വെൻ ഇറ്റ് ഇൻട്രാക്ട്സ് വിത്ത് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ എഴുതിയത്. ആ എക്സ്പ്രഷൻ എഴുതിയപ്പോൾ ആ ഇൻട്രാക്ഷൻ എനർജി എല്ലാം നമ്മൾ കൺസിഡർ ചെയ്തു, റിലേറ്റിവിസ്റ്റിക് എനർജി കൺസിഡർ ചെയ്തു. ആ രീതിയിൽ എഴുതി നമ്മൾ എനർജി എക്സ്പ്രഷൻ എഴുതി വരികയാണ്. ഈ എനർജി എക്സ്പ്രഷനിൽ നമുക്ക് എന്ത് വേണം? വി നീഡ് ടു ഐഡൻറ്റിഫൈ എ ടേം വിച്ച് ഇൻവോൾവ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് ദി മാഗ്നറ്റിക് മൊമെൻറ്റ്. അതാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ അല്പം കൂടെ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് രണ്ട് സെറ്റ് ഇക്വേഷൻ അല്ലേ, സ്പിന്നേഴ്സ് സൈ ബിയും അല്ലെങ്കിൽ സൈ എ ഡയഗറും സൈ ബി ഡയഗറും ആയിട്ടുള്ള രണ്ട് സ്പിന്നേഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ട് ഈ ഇക്വേഷൻ രണ്ട് സെറ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമ്പോണൻറ്റ് വൈസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മെട്രിക്സിനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, ഫസ്റ്റ് റോ എല്ലാം ഇക്വേറ്റ് ചെയ്യുക. അപ്പം ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു സിഗ്മ ഡോട്ട് പൈ സൈ ബി അല്ലേ, ഈ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് എലിമെൻറ്റ് സൈ ബി പ്ലസ് ഇ ഫൈ സൈ എ. ഓക്കെ, സി ഇൻറ്റു സിഗ്മ ഡോട്ട് പൈ സൈ ബി പ്ലസ് ഇ ഫൈ സൈ എ. ഇവിടെ നിങ്ങളൊന്ന് നോക്കിയാൽ ദിസ് വൺ മൈനസ് എം സി സ്ക്വയർ സൈ എ, ഈ ടേമിൽ അത് പ്ലസ് എം സി സ്ക്വയർ സൈ എ ആവും, ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ മൈനസ് എം സി സ്ക്വയർ സൈ എ വരും, ഇവിടെ പ്ലസ് എം സി സ്ക്വയർ സൈ എ വരും. ബാക്കി നമുക്ക് വരുന്നത് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി ഓഫ് സൈ എ, ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി ഓഫ് സൈ എ. അപ്പോൾ ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് എനർജി സ്പിന്നറിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എന്ത് കൊണ്ടുവരണം? മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ കൊണ്ടുവരണം. സോ ദിസ് ദ ഫസ്റ്റ് എക്സ്പ്രഷൻ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നെഗറ്റീവ് എനർജി സ്പിന്നറിൻ്റെ റേറ്റ് ഓഫ് ഇക്വേഷനും കൂടെ നമുക്ക് എഴുതാം. ഇത് തന്നെ വരും എന്താ? സി ഇൻറ്റു സിഗ്മ ഡോട്ട് പൈ സൈ എ, അതായത് ഈ ടേം മൾട്ടിപ്ലൈ ചെയ്ത് സൈ എ പ്ലസ് ഇ ഫൈ സൈ ബി. ഇനി ഇവിടെ എന്ത് വരും? മൈനസ് എം സി സ്ക്വയർ സൈ ബി വരും, മൈനസ് എം സി സ്ക്വയർ സൈ ബി വരും അല്ലേ, ഈ രണ്ട് ടേമിൽ നിന്നും മൈനസ് എം സി സ്ക്വയർ സൈ ബി വരും, മൈനസ് എം സി സ്ക്വയർ സൈ ബി വരും, വിച്ച് ഈസ് നത്തിങ് ബട്ട് 2mc സ്ക്വയർ സൈ ബി ഈക്വൽ ടു വാട്ട്? ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി ഓഫ് സൈ ബി. ഇതാണ് നെഗറ്റീവ് എനർജി സ്പിന്നറിൻ്റെ റേറ്റ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ആ റേറ്റ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ഇക്വേഷൻ 2ൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വി ഹാവ് ദി ടേം 2mc സ്ക്വയർ സൈ ബി അല്ലേ, ഈ ഒരു ടേം 2mc സ്ക്വയർ സൈ ബി വിച്ച് ഇസ് ഡ്യൂ ടു ദി റെസ്റ്റ് മാസ് എനർജി. ഓൾസോ വി നോ ദി ഇൻട്രാക്ഷൻ എനർജി ഇ ഫൈ and the kinetic energy I h cut dou by dou t. So you know for small kinetic energy and this field interaction energy, psi b യുടെ എഫക്റ്റ് കൊണ്ടുള്ള ഇൻട്രാക്ഷൻ എനർജി ആയ ഇ ഫൈയും കൈനറ്റിക് എനർജി ആയ ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി ഓഫ് സൈ ബിയും ഇറ്റ് ഈസ് വെരി സ്മോൾ വെൻ ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് വാട്ട്? ദിസ് റെസ്റ്റ് മാസ് എനർജിയുടെ കമ്പോണൻ്റ് ആയ -2mc സ്ക്വയർ സൈ ബി. So that you can ignore these two terms from the equation 2. Rest mass energy, kinetic energy, field interaction energy can be neglected in comparison with the term 2mc square psi b, and rewrite the equation 2. From that you will get what is psi b. അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? psi b കിട്ടും. ആ psi b നിങ്ങൾ എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, and you will get the final expression. ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത്. ഈ ഇക്വേഷൻ 2ൽ നമ്മുടെ ഇപ്പം പറഞ്ഞ അസംഷൻ എഴുതുക. അസംഷൻ എഴുതുമ്പോൾ യു വിൽ ഗെറ്റ് വാട്ട്? സി ഇൻറ്റു സിഗ്മ ഡോട്ട് പൈ സൈ എ, അടുത്തത് ഇഗ്നോർ ചെയ്തു, 'ഓക്കെ, psi a minus
2mc square psi b equal to 0. So what is psi b from here? Psi b equal to what? Sigma dot pi by 2mc psi a diagram. So we got psi b in terms of psi a diagram, right? എന്ത് ചെയ്യുക, ഈ psi b യെ കൊണ്ടുവന്ന് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ഈ രീതിയിൽ കിട്ടിക്കാണും ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി psi a ഈക്വൽ ടു സിഗ്മ ഡോട്ട് പൈ ഇൻറ്റു സിഗ്മ ഡോട്ട് പൈ ബൈ 2m പ്ലസ് ഇ ഫൈ ഇൻറ്റു psi a. നോക്കേ അല്ലേ, ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എക്സ്പ്രഷനാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പം ആ എക്സ്പ്രഷനിൽ നമ്മൾ ഒബ്വിയസ് ആയിട്ട് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് ഇ ഫൈ ആണ്, ഇൻട്രാക്ഷൻ എനർജിയാണ്. ഈ ടേമിലാണ് നമുക്ക് വേണ്ട കൈനറ്റിക് എനർജിയും ആ മാഗ്നറ്റിക് മൊമെന്റ് കൊണ്ടുണ്ടാകുന്ന ഇൻട്രാക്ഷൻ എനർജിയും കിടക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ സിഗ്മ ഡോട്ട് പൈ ഇൻറ്റു സിഗ്മ ഡോട്ട് പൈയെ എക്സ്പാൻഡ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ഇതിലും പഠിച്ചതാണ് സിഗ്മ ഡോട്ട് പൈ ഇൻറ്റു സിഗ്മ ഡോട്ട് പൈ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പഠിച്ചതാണ് സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് പ്രോബ്ലത്തിൽ. എന്താണ് സിഗ്മ ഡോട്ട് പൈ ഇൻറ്റു സിഗ്മ ഡോട്ട് പൈ? ഇറ്റ് ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു സിഗ്മ ഡോട്ട് പൈ ക്രോസ് പൈ, റൈറ്റ്? ഐ ഇൻറ്റു സിഗ്മ ഡോട്ട് പൈ ക്രോസ് പൈ. ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതിയാകും. പക്ഷേ ഇവിടെ ഒരു നമുക്ക് തെറ്റിദ്ധാരണ വരാം. അണ്ടർ ദ അസംഷൻ ദാറ്റ് പൈ ക്രോസ് പൈ നമ്മൾ ചിലപ്പോൾ 0 ആയിട്ട് അസ്യൂം ചെയ്യേണ്ട അവസ്ഥ പലർക്കും അറിയാം. പക്ഷെ നമുക്ക് പൈ ക്രോസ് പൈ നമുക്ക് ഡിറൈവ് ചെയ്ത് നോക്കാം. ഇത് ഞാനൊരു വർക്കായിട്ട്, ഒരു ഹോം വർക്കായിട്ട് തരികയാണ്. യു ജസ്റ്റ് ഫൈൻഡ് ഔട്ട് വാട്ട്സ് ദ വാല്യൂ ഓഫ് പൈ ക്രോസ് പൈ. പൈ ക്രോസ് പൈ ഇസ് ആൻ ഓപ്പറേറ്റർ, നോട്ട് എ വേരിയബിൾ. സോ വാട്ട് ഇസ് പൈ? പൈ ഈക്വൽ ടു പി മൈനസ് ഇ ബൈ സി ഇൻറ്റു എ ക്രോസ് what? Cross P into E minus C into A. So here P is an operator, A is a vector function. So ഇത് നിങ്ങൾ ചെയ്യുന്ന സമയം നിങ്ങൾക്ക് കിട്ടുന്നത് is not 0. നിങ്ങൾ സ്വയം ഇതൊന്ന് ചെയ്യുക. ഇതിൻ്റെ ഓരോ കമ്പോണൻറ്റ് വൈസ് എഴുതി ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ you will get the expression is E into I H cut by C into del cross A എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഉത്തരം. സ്വയം ചെയ്ത് നോക്കുക. കിട്ടാത്തവർ എൻ്റെ അടുത്ത് പറയുക. I will give you the material of which contains the expansion of P minus E by CA cross P minus E by CA. സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എഴുതി കിട്ടാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്. സോ പൈ ക്രോസ് പൈ ഈസ് വാട്ട്? ഐ ഇ എച്ച് കട്ട് ബൈ സി ഡെൽ ക്രോസ് എ. ആൻഡ് യു നോ വാട്ട് ഡെൽ ക്രോസ് എ? വെക്ടർ ഫംഗ്ഷൻ്റെ കേൾ എഫക്ട് വിച്ച് ഇസ് നത്തിങ് ബട്ട് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇറ്റ് ഈസ് ഐ എച്ച് കട്ട് ഇ by C into B. So this is the expression for what? Pi cross pi. So that you can write what is sigma dot pi into sigma dot pi. Sigma dot pi into sigma dot pi, which is equal to P minus അല്ലേ pi square. പൈക്ക് പകരം P minus. ഇവിടെ നമുക്ക് എപ്പോഴുമുള്ള ഒരു എന്താണ് നമ്മുടെ ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു വേരിയബിൾ ആയിട്ട് എടുക്കും. യു പ്ലീസ് കൺസിഡർ ദാറ്റ് പൈ ഇസ് എൻ ഓപ്പറേറ്റർ ഹിയർ. സോ പി മൈനസ് ഇ ബൈ സി എ സ്ക്വയർ, റൈറ്റ്? പി മൈനസ് ഇ ബൈ സി എ സ്ക്വയർ മൈനസ് വാട്ട്? മൈനസ് പൈ സ്ക്വയർ ആയി. നമുക്ക് ഇനിയുള്ളത് ആരാണ്? ഐ ഇൻറ്റു സിഗ്മ ഡോട്ട് പൈ ക്രോസ് പൈ. സോ ആ ഒരു ടേം നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഐ ഇൻറ്റു സിഗ്മ ഡോട്ട് പൈ ക്രോസ് പൈ. ഈ പൈ ക്രോസ് പൈ നമുക്കിപ്പോൾ കിട്ടിയപ്പോൾ അതിലുള്ള വെക്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ ബാക്കി വന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ള ഈ എക്സ്പ്രഷൻ സിഗ്മ ആരുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് വരും? മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് വരും. ബാക്കി വന്ന ഐ ഇൻറ്റു ഐ -1 വരും. സോ യു ഗോട്ട് എ മൈനസ് സൈൻ ഹിയർ
അപ്പോൾ ബാക്കി ആ സെക്കൻഡ് ടൈം നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പി മൈനസ് ഇ ബൈ സി എ ദ ഹോൾ സ്ക്വയർ മൈനസ് ഇ എച്ച് കട്ട് ബൈ സി, ഇ എച്ച് കട്ട് ബൈ സി, ഇറ്റ് ഈസ് സിഗ്മ ഡോട്ട് ബി, റൈറ്റ്? സിഗ്മ ഡോട്ട് ബി. അപ്പം ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ. അപ്പോൾ പൈ ക്രോസ് പൈ എ ചെയ്ത് കഴിഞ്ഞപ്പോൾ വി ഗോട്ട് ആൻ എക്സ്പ്രഷൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? സിഗ്മ ഡോട്ട് പൈ ഇൻറ്റു സിഗ്മ ഡോട്ട് പൈയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആൻഡ് വി ഗോട്ട് ദ എക്സ്പ്രഷൻ. ഇനി എന്ത് ചെയ്യണം? ഇതിനെ നേരെ കൊണ്ടുവന്ന് ഈ ഒരു ടേമിലേക്ക് നമ്മുടെ എക്സ്പ്രഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ ആൻഡ് റൈറ്റ് വാട്ട് ഇസ് ദ ഫൈനൽ എക്സ്പ്രഷൻ. ഫൈനൽ എക്സ്പ്രഷൻ എഴുതിക്കേ. സോ യു ഗെറ്റ് വാട്ട്? ഐ എച്ച് cut dou by dou t of psi a, I h cut dou by dou t of psi a, right, equal to sigma dot pi into sigma dot pi നമ്മൾ അവിടെ ചെയ്തു. എന്താണ്? p മൈനസ് ബൈ 2m കൂടെ ഉണ്ട് അല്ലേ? സോ ഓരോ ടൈം ബൈ ടൈം ആയിട്ട് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ടൈം p മൈനസ് ഇ ബൈ സി a the whole square by 2m, the whole square by 2m, okay, by 2m. അടുത്ത ടൈം എന്താണ്? മൈനസ് ഇ എച്ച് കട്ട് ബൈ 2mc, ഇ എച്ച് കട്ട് ബൈ 2mc സിഗ്മ ഡോട്ട് ബി, ഇ എച്ച് കട്ട് ബൈ 2mc സിഗ്മ ഡോട്ട് ബി പ്ലസ് E5 അല്ലേ? പ്ലസ് E5 into psi a. So we got the final expression, right? We got the final expression of the rate of equation or energy expression for the system in terms of the positive energy spinner I h cut dou by dou t of psi a, which is given as p minus E by c a square by 2m plus, okay, so this is m, minus E h cut by 2mc sigma dot b plus E5. ഇതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്നത്. So this is the final expression when you compare this one with the Schrodinger equation for an electron in the presence of electromagnetic field. This is for the kinetic energy and the third term for the interaction energy, and the middle term arises due to the what? And the additional term, which is E h cut by 2mc sigma, represents the correct magnetic dipole moment of an electron. And this term arises due to the what? Due to the presence of the magnetic dipole moment of the electron. നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞതാണ്. It is E h cut by 4 pi m into gyromagnetic ratio G, and for the spin നമ്മൾ സ്പിൻ മോഷൻ എടുക്കുമ്പോൾ സ്പിൻ എഫക്റ്റ് G equal to 2 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഗൈറോമാഗ്നറ്റിക് റേഷ്യോ. പക്ഷേ ആ ഒരു കോൺസെപ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. കാരണം ഇവിടെ നമ്മൾ എടുക്കുന്ന psi k, it has the two components, and the two components of the psi a is very much what? It suffices to accommodate the two spin degrees of freedom of the electron. Okay, since this function psi has two components, it can accommodate the two spin degrees of the freedom of the electron. In this way, the correct magnetic moment of the electron corresponding to the gyromagnetic ratio G equal to 2 automatically emerges when we solve the Dirac equation in the presence of an electromagnetic field. So this is a major consequence of while deriving Dirac equation in the presence of electromagnetic field. നിങ്ങൾക്കുള്ളത് 3 ടേമാണ്. അതിലെ മിഡിൽ ടേം ആണ് മാഗ്നറ്റിക് മൊമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ മാഗ്നറ്റിക് മൊമെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഇ എച്ച് കട്ട് ബൈ 2mc സിഗ്മയാണ് ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ്. അവിടെ സ്പിൻ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളതാണ്. നമ്മൾ psi a എന്ന് പറയുന്ന എനർജി സ്പിന്നറിനെ 2 കമ്പോണന്റ് ആയിട്ട് കാണിക്കുന്നത്. ഈ 2 കമ്പോണന്റ് കാണിക്കുന്നത് 2 degrees of freedom is there for the spin, so that automatically gyromagnetic ratio G equal to 2 automatically emerges in the Dirac equation. So this is a very important question, very beautiful derivation. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ നോക്കുക, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കുക. നമ്മൾ ആദ്യം Dirac equation എഴുതി. Dirac equation എഴുതിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ആ എക്സ്പാൻഷൻ നമ്മൾ കൊടുത്തു psi a psi b. എന്നിട്ട് ഈ ഒരു ടേം, ഈ ഒരു കോൺസെപ്റ്റ് ആണ് എടുക്കുന്നത്. അതിന് സ്ലോലി വേരിയിങ് ഫംഗ്ഷനും റാപ്പിഡ് വേരിയിങ് ഫംഗ്ഷൻ വിച്ച് ഇസ് എ കമ്പോണന്റ് ഓഫ് റെസ്റ്റ് മാസ് എനർജി ആയിട്ട് എഴുതി. അതിനുശേഷം
നമ്മൾ അതിനെ മുഴുവനുമായിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്തു. ഇല്ല വേറെ ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി സൈ എക്കാണ് നമ്മൾ ഫൈനൽ എക്സ്പ്രഷൻ എഴുതിയത്. ആ എക്സ്പ്രഷൻ എഴുതിയപ്പോൾ നമ്മൾ ആദ്യം സൈ ബി കണ്ടുപിടിച്ച് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് നിങ്ങൾ സ്വയം ഹോംവർക്കായിട്ടൊന്ന് ചെയ്യുക. വാട്ട് ഇസ് പൈ ക്രോസ് പൈ ആൻഡ് യു നീഡ് ടു ഗെറ്റ് ദ എക്സ്പ്രഷൻ ആസ് ഐ എച്ച് കട്ട് ഡി ബൈ സി ബി. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേം ആയി. അതിൻ്റെ മിഡിൽ ടേം ആണ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദി ഇലക്ട്രോൺ എന്ന് പറയുന്നത്. സോ ദിസ് ദ കറക്റ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദി ഇലക്ട്രോൺ corresponds to the gyromagnetic ratio G equal to 2. അതെങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സൈയുടെ രണ്ട് കമ്പോണൻറ്റ് ഈ സഫീസ് ടു അക്കോമഡേറ്റ് 2 സ്പിൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ ദി ഇലക്ട്രോൺ. ഓക്കെ, ഇലക്ട്രോണിൻ്റെ 2 സ്പിൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അത് ആ സൈയുടെ രണ്ട് കമ്പോണൻ്റ് ആണ് സഫീസ് ചെയ്യുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. See you in the next session. Thank you.